ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഹോംവർക്കായിട്ട് തന്നിരുന്ന നിങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്ന ചില പ്രോബ്ലംസ്. മിക്ക ചോദ്യങ്ങൾക്കും പ്രോബ്ലംസും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നാലും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും സംശയമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചില കിട്ടാത്ത പ്രോബ്ലംസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോംവർക്കിലെ പ്രോബ്ലംസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കാൽക്കുലേറ്റ് ദ ലാപ്ലാഷ്യൻ ഓഫ് ദ ഫോളോവിങ് ഫങ്ഷൻസ്. ഈ ഫങ്ഷനിൽ ഈ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആളുകൾക്കും ചിലരൊക്കെ അത് തെറ്റിച്ചിട്ടുണ്ട്, ചില ആൾക്ക് മനസ്സിലാവാത്തതുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ലാപ്ലാഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ. ഇവിടെ ലാപ്ലാഷ്യൻ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ വി എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റ് എഴുതുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. ഇതാണ് ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ. ഇനി ഡെൽ സ്ക്വയർ വി എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഡെൽ സ്ക്വയർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ. ഈ വിയുടെ സ്ഥാനത്ത് എന്താണോ തന്നിട്ടുള്ളത് മൊത്തം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ കേസിലാണെങ്കിൽ ആ വിയെ മൊത്തം ഈ മൂന്ന് ടേമിനെയും എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം 2 times. ഇവിടെ ഈ തന്നിരിക്കുന്ന മൊത്തം വിനെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് വൈ കമ്പോണൻറ്റിൻ്റെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോരാ, എല്ലാ കമ്പോണൻസും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡോ സ്ക്വയർ വി ബൈ ഡോ സെഡ് സ്ക്വയർ ആകുമ്പോൾ ഈ മൂന്ന് കമ്പോണൻസിനെയും എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, ഇതെല്ലാത്തിനെയും സെഡ് കൊണ്ട് 2 times ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമുക്കൊന്നത് ചെയ്ത് നോക്കാം. ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ by dou x square of x square x component plus 3x z square y cap minus 2x z cap plus dou by dou y square x cap plus 3x z square y cap minus 2x z cap plus നമുക്കൊരു ടേം കൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഡോ സ്ക്വയർ ആണ്. ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ സെഡ് ക്യാപ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഇവിടെ ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ 2 times ഡിഫറൻഷ്യേഷൻ നടത്തണം അല്ലേ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ എഴുതാണ്. 2 times ഡിഫറൻഷ്യേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിനെ ഒരു ടൈംസ് ഡിഫറൻഷ്യേഷൻ നടത്തിയാൽ 2x ഉണ്ട്. ആ 2x നമ്മൾ ഒരു തവണ കൂടെ ഡിഫറൻഷ്യേഷൻ നടത്താം. ഇവിടെ എക്സ് ക്യാപ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എന്തുവരും, ഡിഫറൻഷ്യേഷൻ നടത്തി കഴിഞ്ഞാൽ 2 കിട്ടും, 2x ക്യാപ്. സെക്കൻഡ് ടൈമിലോ ഒരു തവണ ഡിഫറൻഷ്യേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈം ഡോ ബൈ ഡോ എക്സ് ഓഫ് 3z സ്ക്വയർ വൈ ക്യാപ് അല്ലേ. വീണ്ടും ഡിഫറൻഷ്യേഷൻ നടത്തും.
ഡോ ബൈ ഡോക്സ് ഓഫ് 0 ഈ ടൈം ഡിഫറൻഷിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു തന്നെ ഡിഫറൻഷിയേഷൻ നടത്തിയാൽ 2z z ക്യാപ് ഈക്വൽ ടു ഇവിടെ ഡിഫറൻഷിയേഷൻ നടത്തിയാൽ ഇവിടെ എക്സ് ടൈം ഒന്നുമില്ല, അപ്പോൾ ദിസ് ഈസ് 0. സെക്കൻഡ് ടൈം ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ, ഇതിൽ വൈ ഇല്ലാത്തത് കൊണ്ട് ദിസ് ഗോസ് ടു 0. ഇവിടെ വൈ കമ്പോണൻസ് ആണുള്ളത്, വൈ എന്നുള്ള ടൈം ഇല്ല, അതുകൊണ്ട് ഇതും 0. ഇവിടെയും വൈ കമ്പോണൻസ് ഒന്നുമില്ല, 0. വൈ ടൈംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആയി. ഈ ടൈമിലോ സെറ്റ് കൊണ്ട് ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ സെറ്റ് ടൈം ഒന്നുമില്ല, 0. ഇവിടെ നോക്കണം, സെറ്റിനെ ഒരു ടൈം ഡിഫറൻഷിയേഷൻ നടത്തിയാൽ 2 ഇൻറ്റു 3xz വൈ ക്യാപ്പ് വരും, അതായത് 6xz y cap. We have to differentiate once again with this dou z, അതാണല്ലോ ഡോ സ്ക്വയർ ബൈ ഡോ z സ്ക്വയർ. ഇതിൻ്റെ ഇതാണ് ഡിഫറൻഷിയേഷൻ നടത്തിയാൽ 2x z അങ്ങോട്ട് പോവും, 6x y cap എന്ന് കിട്ടും. ഇവിടെയോ z കൊണ്ട് ഡിഫറൻഷിയേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു ടൈംസ് ഡിഫറൻഷിയേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2x z cap. നമ്മൾ ഏതുകൊണ്ട് ഡിഫറൻഷിയേഷൻ നടത്തുന്നത് ഡോ ബൈ ഡോ z, വൺസ് അഗെയിൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും, z കമ്പോണൻറ്റ് z ഇല്ലല്ലോ ഇവിടെ, അതുകൊണ്ട് ഇത് 0. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ എന്താണ്, ഒന്നാമത്തെ ടൈമിൽ 2x, അതായത് ഡെൽ സ്ക്വയർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ക്യാപ്, രണ്ടാമത്തെ ടൈം 0 ആണല്ലേ, 0 പ്ലസ് മൂന്നാമത്തെ ടൈമിൽ ആകെ ഈ ടൈം മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അതായത് 6x y ക്യാപ്, 6x y ക്യാപ്. ഫൈനൽ ആൻസർ എന്ത് വരും, 2x ക്യാപ് പ്ലസ് 6x y ക്യാപ്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. രണ്ടാമത്തെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ prove that the divergence of curl of a vector is always 0. ഇതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം. Divergence of curl of a vector means divergence is nothing but del dot curl means del cross of any vector. Let's take that vector is v. ഇതിൻ്റെ ഡൈവർജൻസ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഡെൽ ഓപ്പറേറ്റർ എല്ലാവർക്കും അറിയാം. വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ജനറലി നമ്മൾ ആദ്യം ഇങ്ങനെ എടുക്കാം, അതായത് വി എക്സ് എക്സ് ക്യാപ് പ്ലസ് വി വൈ വൈ ക്യാപ് പ്ലസ് വി സെഡ് സെഡ് ക്യാപ്. ഓക്കെ, ഡെൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ആദ്യം നമുക്ക് കേള് കാണാം, എന്നിട്ട് അതിനെ ഡൈവർജൻസ് എടുക്കാം. ഫസ്റ്റ് കേൾ ഓഫ് ദിസ് വെക്റ്റർ വി. കേള് കാണുന്നത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് എടുക്കാം. ഡൈവേർജൻസിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻസ്, എക്സ് കമ്പോണൻ്റ് എടുത്തതിന് ഡോ ബൈ ഡോ എക്സ്, വൈ കമ്പോണൻസ് വരുന്നത് ഡോ ബൈ ഡോ വൈ, സെഡ് കമ്പോണൻസ് വരുന്നത് ഡോ ബൈ ഡോ സെഡ്. ഇനി നമുക്ക് ഈ വെക്റ്റർ വിയുടെ കമ്പോണൻസ് വരുന്നത് വി എക്സ് വി വൈ വി സെഡ്. ഇത് നമുക്ക് ഇവിടെ is vx vy vz. മുമ്പ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം, ദാറ്റ് ഈസ് എക്സ് പ്രൈം ഡോ വി സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ വി വൈ, ഡോ വി സെഡ് ബൈ ഡോ വൈ മൈനസ് ഓഫ് ഡോ വി വൈ ബൈ
dou z minus y cap dou by dou x of vz minus dou by dou z of vx. Dou vz by dou x minus dou vx by dou z. അടുത്തത് നമ്മുടെ പ്ലസ് z cap. എന്തെടുക്കണം? dou by dou x of vy minus dou by dou y of vx. Dou by dou x of vy minus dou by dou y of vx. This is result is a curl of v. It's nothing but curl of v. Now we have to find the divergence of curl of this vector. Okay. So z cap dot ഈ quantity ഇടണം, is x cap dou vz by dou y minus dou vy by dou z minus the e minus y cap this bracket dou vz by dou x minus dou vx by dou z. പിന്നെ ഇതൊരു നമ്മുടെ പ്ലസ് z cap. We put this in. That is dou vy by dou x minus dou vx by dou y. See x dot x 1i. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം dou by dou x of this quantity. Dou by dou x of dou vz by dou y minus dou vy by dou z. അടുത്ത ടേം y dot y ഒന്നായി. അപ്പോൾ dou by dou y of this quantity. ഇവിടെ minus dou by dou y of dou vz by dou x minus dou vx by dou z. ഇനി ഇവിടെ ഈ z dot z 1i ന്റെ dou by dou z of this quantity. Dou by dou z of dou vy by dou x minus dou vx by dou y. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിഫറൻസിയേഷൻ കാണാം. dou by dou x of dou vz by dou y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dou square vz by dou x dou y minus ഈ ക്വാണ്ടിറ്റീൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കാന്ന് പറഞ്ഞാൽ dou square vy by dou x dou z minus ഇതിൻ്റെ ഡിഫറൻസിയേഷൻ dou square vz by dou y dou x മൈനസും പ്ലസ് ഈ മൈനസും പ്ലസ് ആയി. It is dou square vx by dou y dou z. അടുത്തത് ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ dou square vy by dou z dou x minus dou square vx by dou z dou y.
ഈ ഡിഫറൻഷിയേഷനിൽ ഇവിടെ ഡോ എക്സ് ഡോ വൈ ഡോ എക്സ് ഇതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആയതുകൊണ്ട് ദിസ് ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ വൈ ഡോ എക്സ്. ഇതിനെ നമുക്ക് ഡോ എക്സ് ഡോ വൈ എന്ന് എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ എഴുതാൻ പറ്റും പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. അതുകൊണ്ട് ഈ രണ്ട് ടേംസും ഈ ടേമും ഒരേപോലുള്ള ടേം രണ്ടും കൂടെ 0 ആയി. രണ്ടാമത്തെ ഡോ സ്ക്വയർ വി വൈ, ഇനി ഈ ടേം നോക്കുമ്പോൾ നിങ്ങൾ ഡോ സ്ക്വയർ വി വൈ ബൈ ഡോ എക്സ് ഡോ സെറ്റ്, അതേപോലെ ഈ ടേം ഡോ സ്ക്വയർ വി വൈ ഡോ സെറ്റ് ഡോ എക്സ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഡോ എക്സ് ഡോ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ട് ടേമും ഒരേപോലെയായി. അപ്പോൾ ഇത് 0 ആയി, രണ്ടാമത്തെ കേസിൽ ഇത് 0 ആയി, ക്യാൻസൽ ചെയ്യും അല്ലേ. മൂന്നാമത്തെ കേസിലോ ഈ ടേം ഈ ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്യും. ഡോ സെറ്റ് ബൈ ഡോ നമുക്ക് ഇവിടെ ഇതിനെ ഡോ വൈ ഡോ സെറ്റ് എഴുതിയാൽ ഇതും സെയിം. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഉണ്ടായി 0. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രം ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് ദിസ് എനി വെക്റ്റർ ഈസ് ആൾവേസ് 0. That is divergence of curl of any vector is always 0. This result is very important. You will see this expression in the forthcoming chapters. ഇനി നമുക്ക് ഈ ഒരു ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്റ്റർ ഈസ് ആൾവേസ് 0 എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതിനുള്ളൊരു എക്സാമ്പിൾ, check it for the function va in the problem 1.15. These problems are the problems given in the Griffith textbook. Now we will prove the divergence of curl of this vector is 0. It's del dot del cross v, this is va, we will prove it is 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിലെ ചോദ്യം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ കേൾ കാണാം. കേൾ ഓഫ് പി എ എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എക്സ് സ്ക്വയർ, y component എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x z square, 3x z square. z component എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xz. Don't be confused, this is z. അതായത് x cap ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് ക്വാണ്ടിറ്റി, ലെഫ്റ്റ് വൈ ഇല്ലാത്തത് കൊണ്ട് ഡിഫറൻസിയേഷൻ 0. ഇതിന് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് 3xz, അതായത് 6xz മൈനസ് 6xz, ഓക്കെ, മൈനസ് വൈ ക്യാപ്. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്വാണ്ടിറ്റി ഡോ ബൈ dogs of 2xz -2z minus dou by dou z of x square 0 plus z cap dou by dou x of 3xz square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3z square minus dou y on this x square 0. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 6xz x cap മൈനസ് 2z y cap. This is 2 plus 3z square
z cap. അപ്പോൾ നമ്മൾ കേൾ കണ്ടു. ഇതിൻ്റെ ഡൈവർജൻസ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. Divergence of function is minus 6xz x cap minus 2zy cap plus 3z square z cap. del operator നമുക്ക് ഇതിനെ dou by dot minus 6xz x cap minus 2zy cap plus 3z square z cap. This is equal to ഇതിൻ്റെ x capും x dot x 1 ആയി dou by dou x of minus 6xz ഇത് വരും minus 6z. ഇനി y dot y 1 plus into minus minus dou by dou y of 2zy 0 z dot z 1 dou by dou z of 3 dou by dou z of 3z square means 6z. This plus this plus into this plus equal to 0. That is divergence of curl of any vector is always 0. അപ്പോൾ ഇത് ബോധ്യമായല്ലോ. Divergence of curl of vector is always 0. Therefore, this statement is absolutely correct.